വ്യാപാരി സമൂഹത്തിന് നേരെയുള്ള GST ഉദ്യോഗസ്ഥരുടെ ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പെരുമ്പാവൂരിൽ ഉച്ചവരെ ഹർത്താൽ നടത്തുകയും GST ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യുമെന്ന് ഐക്യവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച പെരുമ്പാവൂരിലെ ലേഡീസ് ഐറ്റംസ് വിൽക്കുന്ന പെറ്റൽസ് എന്ന സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ചട്ടങ്ങൾ പാലിച്ചില്ലെന്ന് ഇവർ പറയുന്നു. പരിശോധന നടക്കുന്നതിനിടെ CCTV ക്യാമറകൾ നിർബന്ധപൂർവ്വം ഓഫ് ചെയ്യിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് പിറ്റേന്ന് വൈകിട്ട് സ്ഥാപനത്തിലെ മാനേജർ മലപ്പുറം സ്വദേശി സജിത് കുമാറിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. GST ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ അപമാനവും മാനസിക പീഡനവുമാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് വ്യാപാരി വ്യവസായി ഐക്യവേദി ആരോപിച്ചു. കടകളെ പരിശോധിക്കുന്നതിന് വ്യാപാരി സുഹൃത്തുക്കളെ ഞങ്ങൾ ആരും തന്നെ എതിരില്ല. ഇന്നിവിടെ ഐക്യവേദി വ്യാപാരി സംഘടനകളെല്ലാം തന്നെയാണ് ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വൈകിട്ട് ഉച്ചയോടുകൂടി അദ്ദേഹം ഒരു പൊതിയുമായിട്ട് കടയിലെ സ്റ്റാഫ് സജിത് കുമാർ 41 വയസ്സുള്ളൂ. അദ്ദേഹം കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറി പോവുകയും വൈകിട്ട് 5 മണിക്ക് ശേഷം അദ്ദേഹത്തെ കാണാതായപ്പോൾ അന്വേഷിച്ചു ചെന്നപ്പോൾ അദ്ദേഹം തൂങ്ങി മരിച്ചു കിടക്കുന്ന ഒരു രംഗമാണ് കാണാൻ സാധിച്ചത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കട റെയ്ഡ് ചെയ്തതിന് ശേഷം ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലോടുകൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്ന പീഡനം ഏറ്റുവാങ്ങി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന കാര്യമല്ല. പരിശോധനകൾ നടത്തുന്നതിന് നേരത്തെ പറഞ്ഞ മാതിരി വ്യാപാരികൾ എതിരല്ല. പക്ഷേ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വ്യാപാരികളായ ഞങ്ങൾ ഐക്യവേദി എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് ഇത്തരം റെയ്ഡുകളെ ശക്തമായി എതിർക്കും എന്ന് ഈ അവസരത്തെ അറിയിച്ചുകൊണ്ടാണ്. കേരളം മുഴുവൻ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ വരുന്ന 19-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ GST ഓഫീസ് ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ സ്ഥാപനത്തിലും പിന്നീട് രാത്രി 12 വരെ ആലുവ പാലസിൽ കൊണ്ടുപോയും സജിത് കുമാറിനെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഉദ്യോഗസ്ഥ സംഘത്തിലെ 2 പേരാണ് അപമര്യാദയായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്ന് ഇവർ പറയുന്നു. നിയമപരമായ പരിശോധനകൾക്ക് വ്യാപാരി സമൂഹം എതിരില്ലെന്നും എന്നാൽ പരിശോധനയുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഏതാനും ഉദ്യോഗസ്ഥരുടെ നടപടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. വാർത്താസമ്മേളനത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ, ജനറൽ സെക്രട്ടറി VP നൌഷാദ, MK രാധാകൃഷ്ണൻ, K പാർത്ഥസാരഥി, സീമാസ് അലിയാർ, സനീഷ് വേലപ്പൻ, അജീർ, S ജയചന്ദ്രൻ, MM റസാഖ്, EC മധു എന്നിവർ സംബന്ധിച്ചു. Bobby Chamanur International Jeweler.